നമസ്കാരമുണ്ട്, ബിനിക്കുട്ടനാണ്. ഏകദേശം 2022 നമ്മുടെ ഓട്ടോ ടാക്സി ചാർജ് നിരക്ക് കൂട്ടിയത് 30 രൂപ, മിനിമം ചാർജ് 30 രൂപ ആക്കിയത്. അതിനുശേഷം 2026 ആയി. സാധനങ്ങൾക്കൊക്കെ ഒരുപാട് വില കൂടി, ഡീസലിനും പെട്രോളിനൊക്കെ നല്ല രീതിയിൽ വില കൂടി, CNG ഉൾപ്പെടെ. അതുപോലെ നമ്മുടെ മെക്കാനിക്കൽ സ്പെയർ പാർട്സിന് വില കൂടി, മെക്കാനിക്കൽ സെക്ഷനിലൊക്കെ ചാർജ് കൂടി, ഷോറൂമിൽ ചാർജ് കൂടി, ടാക്സ് ഇതെല്ലാം കൂട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അത്രയ്ക്ക് വില വന്നില്ലെങ്കിലും ഡീസൽ വാഹനങ്ങളുടെ സ്പെയർ പാർട്സിലൊക്കെ, പഴയ ഡീസൽ വാഹനങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഞങ്ങൾ ഓടുന്നത്, ഞങ്ങളുടെ വാഹനങ്ങളുടെ സ്പെയർ പാർട്സിനൊക്കെ വില കൂടി. ഓയിലിന് എന്ന് വേണ്ട എല്ലാ സെക്ഷനിലും, അപ്പോൾട്രി വർക്ക്, അതിൻ്റെ ഇടയ്ക്ക് ഇൻഷുറൻസ്, ടാക്സ്, പെർമിറ്റ്, പൊല്യൂഷൻ്റെ ഫീസ് എന്ന് വേണ്ട ടെസ്റ്റിംഗ് ഫീസ് എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചാർജ് കൂടുമ്പോൾ ഒരു ഓട്ടോ ടാക്സി തൊഴിലാളി ഒരു ദിവസം എത്ര രൂപ മീതി നിലവിൽ ഇപ്പോൾ കണ്ടെത്താൻ പറ്റുന്നുണ്ടെന്ന് ഉള്ളത് കൂടെ വരുംകാല ഗവൺമെൻറ്റും സർക്കാരും ഒന്ന് പരിശോധന ശേഷം ഓട്ടോ ചാർജ് കൂട്ടിയേ പറ്റൂ. ഓട്ടോ ചാർജ് കൂട്ടിയാൽ മാത്രമേ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇത് ടാക്സി മേഖലയിൽ നിന്ന് സംസാരിക്കാൻ കാരണം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സി മേഖലയിൽ ജോലി ചെയ്യുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. അപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ടാക്സി ചാർജ്